എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ജനങ്ങളുണ്ടല്ലോ, അവരതാ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഖബർ കാണുന്ന സമയം അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തുകൂടെ എന്റെ സമുദായം കടന്നു പോകുമ്പോൾ ഖബർ കാണുന്ന സമയം അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ഖബറിന്റെ മുകളിൽ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് അവര് പറയുകയാണ്, അവര് പറയുന്നു ഫയഖൂലു യാ ലൈതനീ കുന്തു മകാന സാഹിബി ഹാദിൽ ഖബർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും, അന്ന് എന്റെ സമുദായമുണ്ടല്ലോ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഖബർ കാണുന്ന സമയത്ത് അവര് ഖബറിന്റെ മുകളിലേക്ക് അവർ വീഴുകയാണ്. എന്നിട്ട് അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. അവർ പറയുന്നു, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, എന്തുകൊണ്ടാണ് ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് അതാ ജനങ്ങൾ കരയുന്നതെന്നറിയുമോ? അവര് മരണത്തെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ടല്ല, അവര് ഖബറിനെ കുറിച്ച് ഓർത്തത് കൊണ്ടല്ല, ആ ഖബറിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തത് കൊണ്ടല്ല, ആ ഖബറിനകത്ത് നടക്കുന്ന ശിക്ഷയെ കുറിച്ച്, അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടല്ല. പടച്ചവനെ, ഖബർ കാണുന്ന സമയം അതിന്റെ മുകളിൽ കിടന്നുകൊണ്ട് ജനങ്ങൾ അവിടെ നിന്ന് ശപിക്കുകയാണ്. അല്ലാഹുവേ, അവരവിടെ കിടന്നുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് അവര് പറയുന്നു, അല്ലാ, ഈ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു പടച്ചവന്. അല്ലാഹുവേ, മരിച്ചാ മതിയായിരുന്നു റബ്ബ്. ഈ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കിടന്ന് കരയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? വലൈസ ബിദീനീ ഇല്ലൽ ഫലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഖബറിന്റെ ചാരത്ത് കിടന്ന് കരയുന്നതെന്നറിയുമോ? ഈമാൻ കൂടിയത് കൊണ്ടല്ല, ഖബറിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിന്നെ അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, അന്ന് ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുന്നവര് ഖബർ കാണുമ്പോ ഖബറിന്റെ മുകളിൽ അങ്ങ് വീഴും. ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് പടച്ചവനെ അവരിങ്ങനെ ശപിക്കുകയാ. സ്വന്തമായിട്ട് അവര് സ്വന്തം ഇങ്ങനെ ശപിക്കും. എന്നിട്ട് അവര് പറയും, അല്ലാഹുവേ, ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പടച്ചവനെ, മരിച്ചാ മതിയല്ല, അല്ലാഹുവേ, മരിച്ചാ മതിയായിരുന്നു എന്ന് അവര് ഖബറിന്റെ മുകളിൽ കിടന്നു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടം വരും. എന്തിന്റെ പേരിൽ? ഈമാൻ കൂടിയിട്ടല്ല, അള്ളാഹിനോടുള്ള പേടി കൊണ്ടല്ല, മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല, നരകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല, ഖബറിന്റെ ഏകാന്തതയും ഖബറിന്റെ ഞെരുക്കവും ഖബറിന്റെ അദാബും അതൊന്നും ചിന്തിച്ചിട്ടല്ല. പിന്നെ എന്തിന്റെ പേരിൽ? ഇല്ലൽ ബലാ. അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന മുസീബത്തുകൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പരീക്ഷണങ്ങൾ കാരണമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് എത്രയോ സത്യമാ. ജീവിതത്തിൽ രോഗം, പ്രയാസം, ദാരിദ്ര്യം, കടം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, മാനസിക നഷ്ടം, ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കേടി വരുമ്പോ നമ്മൾ എന്തു പറയും? മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ. എത്ര സത്യവാ. ഖബറും കാട്ടി പോകുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വന്നിട്ട് വീടിന്റെ അകത്ത് ഇനി ഒന്നുമില്ലാതെ തുടങ്ങിയ ബിസിനസ്സുകൾ മുഴുവനും തകർന്ന തരിപ്പണമായി, പടച്ചവനെ, മാരക രോഗങ്ങൾ വന്നു, മക്കൾ മരിച്ചുപോയി. അങ്ങനെ നാലു ഭാഗത്തു നിന്നും ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ തന്നെ പറയാറുണ്ട്, പടച്ചവനെ, മരിച്ചാ മതിയായിരുന്നു. ഇതെന്ത് ജീവിതമല്ല, സന്തോഷമില്ല, സമാധാനമില്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും, ഞാൻ ഉൾപ്പെടെ, ഇരിക്കണ ഉസ്താദന്മാർക്കാണെങ്കിലും കമ്മിറ്റിക്കാർക്കാണെങ്കിലും ഇരിക്കണ സർവരോടും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തിനാ വയത് കേൾക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല നമ്മൾ അധികം പേരും ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? പടച്ചവനെ, ഈ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിലെ ദുആഇക്ക് ഇജാബത്ത് ഉണ്ടല്ലോ. ഞാൻ ഇവിടെ പോയിരുന്ന എൻ്റെ കടം മാറാൻ അള്ളാഹു ഒരു വഴി എനിക്ക് കാണിച്ചു തരുമല്ലോ, എൻ്റെ രോഗങ്ങൾ അള്ളാഹു മാറ്റുമല്ലോ, എനിക്ക് സമാധാനം തരുമല്ലോ, എനിക്ക് വീട് തരുമല്ലോ, എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുമല്ലോ. അപ്പൊ അള്ളാഹു എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നേ. എങ്കിലെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസം ഉണ്ടാകുന്നത് എന്ന് ആരും നോക്കാറില്ല. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരുന്നത്? നമുക്ക് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഇത്രയും വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്താ? തലവേദന ഉണ്ടാകുമ്പോൾ തലവേദനയുടെ ഗുളിക വാങ്ങിച്ച് കഴിച്ചാൽ തലവേദന മാറും, പിന്നെയും വരും. നമ്മൾ അങ്ങനെയാണല്ലോ, തലവേദന എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കും, വേദന മാറ്റും. സത്യത്തിൽ എന്തുകൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആരും നോക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാ? വെറുതെ വരില്ലല്ലോ ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ എന്താടാ, നീ ഒരു കച്ചവടം തുടങ്ങിയിട്ട് നീ കച്ചവടം ചെയ്യുന്ന അതേ കച്ചവടം ചെയ്തിട്ട് ഈ നാട്ടിൽ എത്രയോ പേര് 2 നില വീട് പണിതില്ലേ? എന്തേ നീ മാത്രം പണിയാത്ത? ഗൾഫിൽ പോയി പണ്ട് ഗൾഫിൽ പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജോലി ചെയ്തിട്ട് രക്ഷപ്പെട്ട എത്ര പേരില്ലേ? ഒരു വീട്ടിലെ ഒരു ഉമ്മയുടെ 2 മക്കൾ, ഒരുത്തൻ നേരെയായി, ഒരുത്തൻ തലതിരിഞ്ഞു പോയി, ഒരുത്തൻ മക്കളെ. അപ്പൊ ചിന്തിക്കേണ്ടത് എന്താണ് ഇതിന്റെ കാരണം? അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? അതിന് ചില കാരണങ്ങളുണ്ട്. അള്ളാഹു അത് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? തുടങ്ങണല്ലേ ഉള്ളൂ. ഇന്നത്തോടു കൂടി നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകാം. തങ്ങൾ പോയില്ലേ, തങ്ങൾ പൊക്കോളി, നിങ്ങൾ ഇരിക്കേണ്ട. എനിക്ക് വഴുതു പറയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളവിടെ ഇരിക്കുന്ന കാണുമ്പോൾ. കാരണം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോൾ തന്നെ തങ്ങളും തങ്ങളുടെ ശിഷ്യനും കൂടെ നിന്നപ്പോൾ അത്ഭുതത്തോടെ നോക്കുക, ഇതിൽ ആരാ ഉസ്താദ്? കാരണം അങ്ങനത്തെ ശിഷ്യ അൽഹംദുലില്ലാ ഒരുപാട്. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഈ പ്രായത്തിൽ 35 വയസ്സുണ്ടെന്നാ പറഞ്ഞ ഈ പ്രായത്തിൽ അൽഹംദുലില്ലാ 120ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അതൊരു വലിയ അൽഹംദുലില്ലാ. അതൊക്കെ ഒരു ഉസ്താദ് അവിടെ പോയപ്പോൾ, സ്ഥാപനത്തിൽ പോയപ്പോൾ ഉസ്താദ്, തങ്ങളുടെ ഉസ്താദാന്ന് തോന്നി, ഇങ്ങനെ വയത് പറഞ്ഞു പണ്ടിങ്ങനെ പഠിക്കാൻ പോയ കഥകളൊക്കെ. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്ഥാപനത്ത് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചില നന്മകൾ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളിലൊക്കെ പലർക്കും കച്ചവടം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം. സ്വന്തമായിട്ട് വീടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. സത്യത്തിൽ ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താപ്പാ? ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഒരാൾ ആദ്യം കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചാൽ, ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്താ ചെയ്യണ്ടേ? നിങ്ങളെന്താ ഇപ്പൊ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കണേ? ഞാൻ എന്താ പറയറോ? എന്ത് ചെയ്യണം? പൈസ ഉണ്ടോ നോക്കണോ? സ്ഥലമുണ്ടോ നോക്കണോ? അപ്പൊ അത് പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്ക്. നീ വീട് വെച്ചപ്പോ, നീ കച്ചവടം നടത്തി തുടങ്ങിയപ്പോ, നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് നഷ്ടമുണ്ടാകില്ല. അത് കച്ചവടമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നാം ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ചുമ്മാ
ചുമ്മാതെ ചാടിക്കേറി എന്തെങ്കിലും ഒന്ന് ചെയ്താ പോരാ, വീട് വെക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ പടച്ചവനെ വീട് വെക്കാൻ പൈസ ഉണ്ടാകുന്നതിന് മുമ്പേ എഞ്ചിനീയറെ കണ്ട് വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്ന എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോകുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോകുകയാണ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വീട് വെക്കാനാണെങ്കിലും കച്ചവടം തുടങ്ങാനാണെങ്കിലും വണ്ടി എടുക്കാനാണെങ്കിലും പടച്ചവനെ നിന്റെ ജീവിതത്തിൽ നീ എന്ത് കാര്യം ചെയ്യാ തീരുമാനിക്കുമ്പോ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? വീട് വെച്ചിട്ട് സമാധാനമില്ലാതെ വീടിനകത്ത് കിടന്ന് കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും വിറ്റിട്ട് പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ്സിൽ ബറക്കത്തില്ലാതെ പ്രയാസപ്പെടുന്നവരോട്, അല്ലാഹുവേ, പെണ്ണ് കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരോട്, വാഹനമെടുത്തിട്ട് പടച്ചവനെ സമാധാനമില്ലാത്തവരോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നബിയേ? ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നീ ഒന്ന് ഒളിവെടുക്കണേ. എടാ, കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നവര്, വീട് വെക്കാൻ തീരുമാനിക്കുന്നവര്, പെണ്ണ് കാണാൻ പോകാൻ തീരുമാനിക്കുന്നവര്, വാഹനമെടുക്കാൻ തീരുമാനിക്കുന്നവര്, എടാ, നീ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നീ എന്ത് ചെയ്യണമെന്നറിയുമോ? നീ ഒന്ന് ഒളിവെടുക്കണേ. ഒളിവെടുത്തിട്ട് നീ 2 റകഅത്ത് നമസ്കരിക്കണേ. നീ ഒളിവെടുത്തിട്ട് 2 റകഅത്ത് നമസ്കരിക്കണേ. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് നീ പടച്ചവനോട് പറയണം, അല്ലാഹ്, ഖൈറും ശർറും നിനക്ക് മാത്രമേ അറിയൂ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് കച്ചവടം ഖൈറാണോ ശർറാണോ എനിക്കറിയില്ല പടച്ചവനെ, നിനക്കേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹ്, ഞാനൊരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങാ പോവുകയാ, ഞാനൊരു വീട് പണിയാൻ വേണ്ടി ഇറങ്ങാ പോവുകയാ. അല്ലാഹുവേ, ഇത് ഖൈറാണെങ്കിലോ, ഇത് നല്ലതാണെങ്കില് പടച്ചവനെ എല്ലാ വഴിയും നീ തുറന്നു തരണേ അല്ലാഹ്. റബ്ബേ, ഇത് ശർറാണെങ്കില്, ഇത് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കില്, എന്റെ സർവ്വ സമ്പാദ്യങ്ങളും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെങ്കില് അല്ലാഹുവേ, തടസ്സം തരണേ അല്ലാഹ്, തട്ടി മാറ്റണേ അല്ലാഹ് എന്ന് നീ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുടെ കയ്യിൽ ഏൽപ്പിക്കണം. അല്ലാഹ്, ഞാൻ ഇറങ്ങാൻ പോകുകയാ, അല്ലാഹ് ഒരു വീട് വെക്കാൻ പോകുകയാ, അല്ലാഹുവേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാ, ഇത് ഖൈറാണോ ഷർറാണോ എനിക്കറിയില്ല, അല്ലാഹ് നിനക്കറിയാൻ പടച്ചവനെ, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാ. ഇത് ഖൈറാണെങ്കിൽ പോകുന്ന വഴികളെല്ലാം എനിക്ക് തുറന്നു തരണം, ഇത് ഷർറാണെങ്കിൽ നീ തന്നെ ഇത് മുടക്കി തരണം എന്ന അല്ലാഹുവിനോട് 2 റകഅത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട് കെട്ടിയപ്പോഴോ
അല്ലെങ്കിൽ കട തുടങ്ങിയപ്പോഴോ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടാണോ നിങ്ങളുടെ കാര്യം തുടങ്ങിയിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരോട്, ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, നീ അള്ളാഹിനോട് ഇത് പറഞ്ഞായിരുന്നോ? അള്ളാഹുവിനോട് ചോദിച്ചായിരുന്നോ? വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കുക. പോട്ടെ, പെണ്ണ് കാണാൻ പോയപ്പോഴെങ്കിലും ചോദിച്ചവരുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ അങ്ങനല്ല. എല്ലാം കഴിഞ്ഞു കൊത്തുവാള എടുക്കുമ്പോൾ അള്ളാഹയെ വേണം. എവിടെങ്കിലും പോയി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സർവ്വതും നശിച്ച് എല്ലാം തീരാറായി, കടങ്ങളുടെ മേൽ കടങ്ങളുമായിട്ട് പൂട്ടാറാകുമ്പോൾ ഒരു ഉസ്താദ് ദുആ ചെയ്യണം, തങ്ങളെ ദുആ ചെയ്യണം, പള്ളി വന്നിരുന്ന ദുആ. അപ്പോഴാണ് ഇവിടെ ചങ്ങാതി ചെയ്യേണ്ടത്. നിനക്ക് എത്രയോ സമയമുണ്ടായിരുന്നല്ലോ. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാനിത് വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സഹാബി വന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾ അങ്ങനായിരുന്നു. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ചിലരൊക്കെ ഹാജത്ത് നിസ്കരിക്കാറുണ്ട്. ഹാജത്ത് നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട്, അതാണല്ലേ യാത്രയ്ക്ക് പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും മുൻഗാമികൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്കങ്ങനെയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുവോളം നിലനിൽക്കണം. അല്ലാതെ കുറച്ചു നാൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് കിട്ടുന്നത് 500 രൂപയാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ കിട്ടുമ്പോഴേ അതിനകത്ത് ബറക്കത്തുണ്ടെന്ന് പറയുക, അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് പറയുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം വേണോ? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണേ. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങിയ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് പറഞ്ഞിട്ട് തുടങ്ങണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചോദിക്കാറില്ലല്ലോ, വീടിന് കുറ്റിയടിക്കുമ്പോ ആരോടാ ചോദിക്കുക? ആദ്യം പോയി എവിടെങ്കിലൊക്കെ കണ്ട് ക്ലിയറാക്കി പ്ലാനൊക്കെ വരച്ചു, നമ്മളൊക്കെ കന്നിമൂലയും തീരുമാനിച്ചു, നമ്മൾ അങ്ങോട്ട് അടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കും. ഓരോ കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട് സഹോദര. എല്ലാ കാര്യങ്ങളിലും ഇതൊക്കെ വെറുതെ ഉസ്താദന്മാര് പറയുന്നതല്ല, ഇതിനകത്തൊക്കെ ചില സത്യങ്ങളുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു വീടിൻ്റെ അകത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ഞാൻ താമസം മാറി. എൻ്റെ മകൻ മരിച്ചുപോയി, എൻ്റെ ഭാര്യ രോഗിയായി, എൻ്റെ സമ്പത്ത് മുഴുവൻ തകർന്നുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ആവലാതി പറഞ്ഞ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ വീടങ്ങ് വിട്ടേക്കാനാ. എന്റെ പ്രിയപ്പെട്ട, ഇതൊക്കെ ചരിത്രമാണല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തബൂക്ക് യുദ്ധം കഴിഞ്ഞാണെന്ന് തോന്നുന്നു, ഹുനൈൻ യുദ്ധമാണെന്ന് തോന്നുന്നു, ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, വല്ലാത്ത ക്ഷീണമാണ്, എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഒരു മലഞ്ചെരിവിൽ ഒരു സ്ഥലത്ത് സ്വഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നപ്പോൾ സുബഹിയുടെ സമയം കഴിഞ്ഞു. സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ബാങ്ക് വിളിച്ചില്ല? എല്ലാവരുടെയും നിസ്കാരം കളയായല്ലോ, എന്തുകൊണ്ടാണ് നീ ബാങ്ക് വിളിക്കാഞ്ഞത്, എഴുന്നേക്കാഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഉറക്കിയ അല്ലാഹ് തന്നെ എന്നെ ഉറക്കിയേ. നിങ്ങൾ ആരാണ് ഉറക്കിയത്? ഞാൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും വാഹനത്തിൽ കയറ്, ഇവിടെ നിൽക്കരുത്, ഈ സ്ഥലത്ത് നിൽക്കരുത്, എല്ലാവരും വാഹനത്തിൽ കയറ്. ധൃതി കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വാഹനത്തിൽ കയറി പോകാൻ തയ്യാറായപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നത്? അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ അതാണല്ലോ, ചിലരൊക്കെ വീട് വെച്ച് താമസം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ അത് വലിയ പരാജയമാണ്. ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ, ചില ബിസിനസ്സിൽ പോയി തലയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഖൈറും ഷർറും അറിയാത്തൊരു വിഷയമായതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്യുക. 3 കാര്യങ്ങളിലാണല്ലോ നമുക്കറിയാം, 3 കാര്യങ്ങളിൽ ഷർറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് താമസിക്കുന്ന വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന ഷർറുണ്ടെന്ന. ചിലർ വീടിനകത്തേക്ക് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല, വലിയ പ്രയാസവും. ഈ അടുത്ത് ഞാനിവിടെ നിങ്ങളുടെ പരിസരത്തൊരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരിടത്ത് പോയി. ഇപ്പൊ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ വീട് കാണിച്ചു തന്നു. ഉസ്താദ്, ആ കിടക്കണത് എന്റെ വീടാ. അവന്റെ ഉപ്പ മരണപ്പെട്ടു. ആ വീട് പണി തീരുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ അതിനകത്ത് കയറി. അവന്റെ ഉപ്പ മരണപ്പെട്ടു. ഉമ്മ ഇദ്ദയിരുന്നത് ഇപ്പുറത്തെ വീട്ടിൽ വന്ന്, കുടുംബ വീട്ടിൽ വന്ന് ഇദ്ദയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞ് ഉമ്മ എന്തായാലും പോയി താമസിക്കാം, വാപ്പ കടന്ന വീടല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഉമ്മയും മരിച്ചു. അതാ ചില വീട്, ഇന്നും ആ വീട്, ഞാൻ 2 ദിവസം മുമ്പ് ആ വീട് കണ്ടു, പൂട്ടിയിട്ടിരിക്കുകയാണ്. ചില വീടുകൾ അങ്ങനെയാണ്. ചില വീട് ചിലർക്ക് ബറക്കത്തില്ലാത്തതാണ്. അതുകൊണ്ട് വീടുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഷർറുകളുള്ള വീടുകളുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വാഹനം, ചില വാഹനം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വർക്ക്ഷോപ്പിൽ കിടക്കും. നീ റോഡിന്റെ സൈഡിൽ ഇട്ടാൽ ആ വണ്ടി വന്ന് ഇടിയോടെ ഇടി. വർക്ക്ഷോപ്പുകാരൻ ജീവിക്കുന്നത് തന്നെ ആ വണ്ടി കൊണ്ടായിരിക്കും. നിന്റെ വണ്ടി അവനെ കാണുമ്പോൾ തന്നെ അല്ല ഇന്നത്തേക്കുള്ളതായി. അതെങ്ങനാ? ചില വണ്ടിയിലും അശുകുനം ശകുനമുണ്ടെന്ന. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വണ്ടി നിനക്ക് നല്ലതല്ല, വിറ്റേക്കണം, വേറെ വണ്ടി എടുക്കുക. അത് വേറെ ആർക്കോ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പൊ വീട് വിറ്റാൽ പ്രശ്നം തീരും, വണ്ടി വിറ്റാലും പ്രശ്നം തീരും. 3-മത്തെ ഒരു കാര്യമുണ്ട്. എന്നോട് ദേഷ്യം തോന്നരുത്, നീ കെട്ടിയ പെണ്ണിലാണ് 3-മത്തെ വിഷയം. ചില പെണ്ണുങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വലിയ സന്തോഷമാ. ചിലർ പറയാറുണ്ട്, എന്നാണോ നീ എൻ്റെ വീട്ടിൽ കയറി വന്ന അന്നത്തോടു കൂടി എൻ്റെ കാര്യം പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയണില്ല. ചില പെണ്ണുങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിലൊരു ബറക്കത്താ. അങ്ങനെയുള്ള എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ ചിലര് നമ്മൾ തന്നെ പറയാറുണ്ട്, അപ്പൊ വീടാണെങ്കിലും വിൽക്കാം, വണ്ടിയാണെങ്കിലും വിൽക്കാം, ഇവരെ തലാക്ക് പറഞ്ഞാൽ ഉണ്ടയും തിന്നാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വണ്ടിയാണെങ്കിൽ നമുക്ക് വിറ്റ് പരിഹാരം കാണാം. അപ്പൊ ചോദിക്കും, ഉസ്താദ് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ, പെണ്ണ് കെട്ടേണ്ട സമയത്ത് പെണ്ണ് കാണാൻ പോയപ്പോ നിസ്കരിച്ചിട്ട് പോണമായിരുന്നു. അത് നിന്റെ തെറ്റ്. നീ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നേരെ ചൊവ്വ പോയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ഇനിയിപ്പൊ നീ അനുഭവിക്ക്. നിനക്ക് അല്ലാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി മുതലെങ്കിലും എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് പറ. അതുകൊണ്ടാ പണ്ടുള്ളവര് എന്ത് കാര്യത്തിന് പോകുമ്പോഴും പള്ളി വന്ന് നിസ്കരിച്ചിട്ടേ പോത്തുള്ളൂ. അത് ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ. പിന്നെ പള്ളിയിലല്ലെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ചറബിനോട് ദുആ ചെയ്യുകയാണ്. 2-മതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിടന്ന് പറഞ്ഞു, സ്വഹാബാ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ, എടാ, നീ ചെയ്യേണ്ട 2-മത്തെ കാര്യം എന്തെന്നറിയുമോ? അറിവുള്ളവരോട് ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 2-മത്തെ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ മുഷാവറ ചെയ്യണം, വിവരമുള്ളവരോട് പോയി ചോദിക്കണം. എന്നാ പച്ച മലയാളം പറഞ്ഞ, വീട് വെക്കാൻ പോകുമ്പോ നീ ആദ്യം ചോദിക്കേണ്ടത് ആരോട്? അതിനെക്കുറിച്ച് അറിയുന്ന ഉസ്താദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, അവരോട് പോയി ചോദിക്ക്, ഇവിടെ വീട് വെക്കാൻ പറ്റുമോ ഇല്ലയോ. ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്ത്, ഒരു ബിസിനസ് തുടങ്ങുകയാ, ചാടിക്കേറി കുറെ ഒരു കടയും എടുത്തുകൊണ്ട് ലക്ഷങ്ങൾ കളയലല്ല. ഈ നാട്ടിലെ കച്ചവടക്കാരോട് ചോദിക്കണം, ഈ കച്ചവടം ഇവിടെ നടത്തിയാൽ വിജയിക്കാൻ പറ്റുമോ, രക്ഷപ്പെടുമോ എന്ന് അറിവുള്ളവരോട് ചോദിക്ക്. നമ്മൾ ചോദിക്കൂലല്ലോ.
നമ്മൾ അങ്ങനെ ആരോടും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നമുക്ക് ഈഗോയാ, ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മുടക്കിക്കളയുമെന്നുള്ള പേടി. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്, ചാടിപ്പടച്ച് തീരുമാനമെടുക്കരുത്. അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ടാ പലരും ഇന്ന് കണ്ടുപിടിക്കുന്നത് റോഡിന്റെ ചാരത്ത് നിന്നിട്ടൊന്ന് ചിരിച്ച പെണ്ണിനെ കണ്ട ഉടനെ ചിരിച്ചു കാണിച്ചു, ഫോൺ നമ്പർ വാങ്ങി, പുറകെ നടന്ന് വളച്ചു, പിന്നെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോഴോ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ ചിന്തിക്കേണ്ടതാ എന്ന് ആലോചിച്ച് കുടുംബക്കാരും നിന്റെ കാരണവന്മാരും എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്തിരുന്ന കാര്യം അവർ 100 വട്ടം ആലോചിക്കും. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എടാ നീ സ്വന്തമായിട്ടൊരു പെണ്ണിനെ കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് അത് നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും ഏൽപ്പിക്ക്. കാരണം നിന്റെ കൂടെ നടന്നാൽ കൊള്ളാവോ ഇല്ലയോ എന്ന് നിന്നെക്കാളും നല്ലതുപോലെ അറിയണത് അവർക്കാ. നീ വിചാരിക്കുന്ന അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. അവിടെ ചെറുപ്പ വലുപ്പമില്ല. ഇതാരാ മാതൃക കാണിച്ചു തന്നത്? ഇതാരാ മാതൃക? ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ, കാണിച്ചു തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ്ബ്. ഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെയും ആദം നബിയുടെ സന്തതികളെയും സൃഷ്ടിക്കാൻ പോയപ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? അള്ളാഹുവിനോട് മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും അള്ളാഹു മലക്കുകളോട് ചോദിച്ചു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോഴും മലക്കുകൾ പറഞ്ഞത് വേണ്ട അല്ലാഹ്, വേണ്ട പടച്ചവനെ, ഇവരെ സൃഷ്ടിക്കല്ലേ അല്ലാഹ്. അപ്പോഴും അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയുന്ന. അപ്പൊ അള്ളാഹുവാണ് ചോദിച്ചത്. അല്ലാഹിക്ക് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും അള്ളാഹു മാതൃക കാണിച്ചു എന്ന് ചോദിച്ചു, മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാധിപതിയായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ അടിച്ചേൽപ്പിക്കുകയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എത്രയോ സമയത്ത് സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കിടങ്ങു കുഴിക്കുന്ന ചരിത്രം അറിയുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, സഹാബത്തിനോട് ചോദിച്ചു, എന്ത് ചെയ്യണം? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു വല്ല കിടങ്ങു കുഴിക്കുന്ന വഴി പറഞ്ഞു കൊടുത്തത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഏത് കാര്യവും മുശാവറ ചെയ്യ്, അറിവുള്ളവരോട് ചോദിക്ക്, ഒരു കൂടിയാലോചന നടത്ത്. അല്ലാതെ സ്വന്തം തീരുമാനം നീ എടുക്കരുത്. സ്വന്തമായിട്ട് നീ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ബറക്കത്തില്ല എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ അറിവുള്ളവരോട്, സയ്യിദന്മാരോട് ചോദിക്ക്, പണ്ഡിതന്മാരോട് ചോദിക്ക്. ഇനി ഉസ്താദന്മാരും തങ്ങന്മാരും വേണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കാരണവന്മാരുണ്ടല്ലോ, അറിവുള്ളവരുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ടല്ലോ, എന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല? അവസാനം ഇതെല്ലാം കഴിഞ്ഞ് സർവ്വതും നഷ്ടപ്പെട്ടതിന് ശേഷം പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചിന്തിക്ക്, കൂടെ കിടന്ന ഭാര്യ എന്തു പറയും? എടാ, ഒരു കച്ചവടം നടത്തിയിട്ട് അത് സർവ്വതും തകർന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോഴും പെണ്ണുപിള്ള പറയും, ഞാൻ അന്നേ പറഞ്ഞല്ലേ അനുഭവിക്കുന്നു. ഇതാ നമ്മുടെ ഭാര്യയും പറയാ. എല്ലാവരും നമ്മളെ കൈയൊഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, അറിവുള്ളവരോട് ചോദിച്ചിട്ട് എന്ത് കാര്യവും ചെയ്യാവൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും തങ്ങൾമാരോ സയ്യിദന്മാരോ വീട്ടിൽ വരുമ്പോ പറയും, ഇത് ശരിയായില്ല, ഇത് ആദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇടിക്കണമായിരുന്നോ, ഇതെങ്ങനെ പാടില്ല, ഇത് ഇങ്ങനെ വരാൻ പാടില്ല. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, ആ മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, സമാധാനമില്ല ഉസ്താദെ, കക്കൂസ് അങ്ങോട്ടിരിക്കുന്നു ഉസ്താദെ, വാതിൽ ഇങ്ങോട്ടിരിക്കുന്നു, നീ അങ്ങോട്ടിരിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയണില്ല. എടേ, നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യം അറിവുള്ളവരോട്. പല സമയങ്ങളിലും വീട് താമസം കയറുന്ന സമയത്ത് പോകുന്നവർ പിന്നെ ഓട്ടയിടല,
പിന്നെ ഹോളിൽ നടക്കും, പിന്നെ അത് പൊളിക്കലായി ഇത് പൊളിക്കലായി. അറിവുള്ള ഒരാളോട് ചോദിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ വീട് പണിയുന്നവൻ അമുസ്ലിം ആണെങ്കിൽ ഓനും ബുദ്ധിയുണ്ട്. അവസാനം വീട് വെച്ചിട്ടൊരു ഹോൾ ഇടുന്ന എന്തിനാ? ഓൻ അറിവില്ലാഞ്ഞിട്ടല്ലല്ലോ. എടാ, വീടെന്ന് പറഞ്ഞാൽ എന്താ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കന. വീടെന്ന് പറഞ്ഞ സമാധാനം കിട്ടുന്ന ഒരു ഇടവാ. വീട് വെക്കണേ എന്തിനാ? സമാധാനം കിട്ടാ. എടാ, നീ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും നീ എന്തേ പറയണേ? കുറച്ചു ദിവസം കഴിയുമ്പോൾ പറയാം, വീട്ടിൽ പോയിരുന്നെങ്കിൽ സമാധാനമായേനെ അല്ലാ. ഇപ്പൊ വീടെന്ന് പറഞ്ഞ സമാധാനം തരുന്ന ഇടം. ഈ കാണുന്ന വലിയ 2 നില കൊട്ടാരമോ അല്ലെങ്കിൽ അങ്ങ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നുമല്ല. വീടിനകത്ത് സമാധാനം വേണമെങ്കിൽ, അതിനകത്ത് അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ, സഹായം ഉണ്ടാകണമെങ്കിൽ നീ നോക്കിയും കണ്ടും ചെയ്യ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2ാമത്തെ കാര്യം, അറിവുള്ളവരോട് നീ ചോദിക്കണം. അറിവുള്ളവരോട് നീ ചോദിക്കണം. ചോദിച്ചിട്ടാണ്, മുഷാവറ ചെയ്തിട്ടാണ് നീ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും നിനക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് 3ാമതായി പറഞ്ഞു തരികയാ, നിനക്ക് 2-മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ അള്ളാഹുവിന്റെ സഹായം നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യേണ്ട 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ തൃപ്തി അതിലുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അത് വീട് കെട്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലും നീ ചെയ്തിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ എന്ത് ചെയ്തിട്ടും നിനക്ക് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാനുള്ള വഴി എന്തെന്നറിയുമോ? ഞാൻ പറഞ്ഞതിന്റെ പച്ച മലയാളം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നവരാണ് വാഹനങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ. 3ാമത്തെ കാര്യം, ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട 3ാമത്തെ കാര്യം, പണ്ട് വീട്ടിലൊരു തെങ്ങുണ്ട്. ആ തെങ്ങില് ആദ്യമായിട്ട് കൊലക്കണ തേങ്ങ എവിടെ കൊടുക്കണേ? പള്ളിക്ക് കൊടുക്കുമായിരുന്നു. ഒരു കോഴി വിരിച്ചിട്ട് ഒരു കോഴി വിരിച്ച പറയും ഒരു കോഴി പള്ളിക്കുള്ളതാ. ഒരു കൊല വന്നാൽ അതങ്ങനെ ആയിരുന്നു. ആദ്യത്തത് പള്ളിക്ക് കൊടുക്കണ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നാരാ? ആദ്യത്തത് നീ തന്നെ വെട്ടിയടിക്കണ കാലം. പള്ളിക്കും പറ്റത്തൊന്നുമില്ല. എടാ, ഈ റോഡിലൂടെ വണ്ടി പോകുന്നല്ലോ, വണ്ടി പോകുമ്പോ അവരെന്ത് ചെയ്യും? പള്ളിയുടെ വഞ്ചിപ്പെട്ടി കാണുമ്പോ ഇറങ്ങിയിട്ട് 1 രൂപ ഇടുന്ന. വെറുതെ ഇടുന്നയാന്നാ നീ വിചാരിച്ചേ? വെറുതെ ഇടുന്ന അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയം, നീ കച്ചവടമാകട്ടെ വീടാകട്ടെ എന്തുമാകട്ടെ, നീ ചെയ്യാൻ തുടങ്ങുമ്പോ അള്ളാന്റെ തൃപ്തി മേടിക്കണം. അള്ളാന്റെ തൃപ്തി കിട്ടാനുള്ള വഴി ഒരു നന്മ ഒരു സദക്ക ചെയ്യുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ആരാപ്പ കൊടുക്ക? നമ്മൾ ആരെന്നറിയോ? ബക്കറ്റിന്റെ അകത്ത് 100 രൂപയുടെ നോട്ടിട്ടിട്ട് 90 തിരിച്ചു വാരും, 10 അള്ളാഹിക്ക് കൊടുക്കും. ഇതാ നമ്മുടെ അവസ്ഥയിലേക്ക്. കല്യാണ വീട്ടിൽ പോ. ഒരൊറ്റ ഉദാഹരണം, കല്യാണ വീട്ടിൽ പോ. കല്യാണമല്ലേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഭവം? കല്യാണ വീട്ടിൽ പോയാൽ ആഡിറ്റോറിയത്തിന്റെ ഉടമ ചോദിക്കുന്ന പൈസ ഓന്, ഭക്ഷണം വെക്കാൻ വരുന്നവന് ഭക്ഷണക്കാരൻ ചോദിക്കുന്ന പൈസ, പന്തലിടാൻ വരുന്നവൻ അങ്ങനെ ക്യാമറാമാൻ ഓൻ ചോദിക്കുന്നത് കൊടുക്കും. എല്ലാവർക്കും ചോദിക്കുന്ന പൈസ തന്നെ. എന്നാൽ നിന്റെ നിക്കാഹ് നടത്തുന്ന ഉസ്താദ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം നിക്കാഹ്, ആ നിക്കാഹ് നടത്തുന്ന ഉസ്താദ് നിന്റെ കയ്യിൽ പിടിച്ച്, നിന്റെ ഭാര്യയുടെ വാപ്പാടെ കയ്യിൽ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ദുആ ചെയ്യും. അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വആഫിയ. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ബാക്കിയുള്ളവനൊക്കെ മൊബൈലും പിടിച്ചോണ്ട് നടക്കാം. നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ വാപ്പ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. നീ കല്യാണം വിളിച്ചവര് വന്ന് മുഴുവനും വന്നിട്ട് ആമീൻ പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്, ഓഡിറ്റോറിയത്തിൽ അടികൂടുന്നവരുണ്ട്. അപ്പൊ നിന്റെ നിക്കാഹ് കഴിഞ്ഞ അന്ന്, നിനക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുന്നു, അല്ലാഹ് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, അത് ചെയ്യണേ അല്ലാഹ്. ഇവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ദുആ ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോ നീ വാപ്പാനോട് ചോദിക്കുക, എത്ര കൊടുക്കണം ഉപ്പാന്ന്?
ഉസ്താദിന് എത്ര കൊടുക്കണോ? കല്യാണ ആഡിറ്റോറിയംകാരൻ ചോദിച്ചപ്പോ നീ ചോദിച്ചോ 10 രൂപ കുറച്ച് തരണമെന്ന് ചോദിച്ചോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഏറ്റവും നല്ല നന്മ ചെയ്ത മനുഷ്യന് കൊടുക്കുമ്പോഴും അവിടെ കൊടുക്കണമെങ്കിൽ നീ ചോദിക്കും. അതങ്ങനെ പള്ളിക്കാണെങ്കിലും നല്ല കാര്യങ്ങൾക്കാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നീ കൊടുക്കാൻ. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടത്തിയിട്ട് 6 മാസം തികയുന്നതിന് മുമ്പേ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു സദഖ കൊടുക്ക്. അത് മുൻഗാമികൾ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾ അങ്ങനായിരുന്നു. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും പടച്ചവനെ ഒരു സദഖ കൊടുത്തിട്ട് പോകുന്നവരാ. ഇന്നും അതുകൊണ്ടാണ് പടച്ചവനെ SLC പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ടല്ലോ, ആ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ടല്ലോ, അത് പള്ളിയാകട്ടെ അമ്പലമാകട്ടെ, എന്ത് കണ്ടാലും പടച്ചവനെ മതങ്ങൾ മറന്നുകൊണ്ടു അവിടെ ഒരു സദഖ കൊടുത്തിട്ട് പോകുന്നവരുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ വഴിയിൽ കാണുന്നവന്റെ കയ്യില് ഒരു സദഖ കൊടുത്തിട്ട് പോകുന്നവരാണല്ലോ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? അല്ലാഹുവിന്റെ സഹായം വേണോ? ആ സഹായം കിട്ടാനുള്ള 3ാമത്തെ വഴി എന്തെന്നറിയുമോ? നീ സദഖ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദേ, പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടാ ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വെറുതെ കിട്ടില്ലടാ പൊന്നുമോനെ. പടച്ചവനെ, അതാ ഇവിടുത്തെ പരിപാടികളുടെ സംഘാടകരായ സഹചാരികളുടെ പ്രവർത്തകരായ ചെറുപ്പക്കാരോട് പറയുകയാ, ആംബുലൻസ് വാങ്ങുന്നതിന് വേണ്ടി പൈസ കൊടുത്തവരുണ്ടല്ലോ. പടച്ചവനെ, രോഗികൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നവരുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സദഖ വെറുതെയാകില്ല, സദഖ കൊടുക്കുന്നത് വെറുതെയാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഈ കഷ്ടപ്പെടുന്നത് വെറുതെയാകില്ല. പടച്ചവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒരു ചരിത്രം പറയുകയാ. വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട്, നല്ലൊരു ഇണയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട്, അല്ലാഹുവിനെ പേടിയുള്ളവര് ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളോട്, മോളെ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? നല്ല ഒരു ഭർത്താവിനെ വേണോ? നല്ല ഒരു ഭാര്യയെ വേണോ? അതിന് ചെയ്യേണ്ട ഒരു നന്മയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിച്ചിട്ട് കണ്ണുനീര് കുടിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്നു, സന്തോഷത്തോടു കൂടി നടക്കുന്നു. പക്ഷേ വീടിന്റെ അകത്ത് കയറിയ സമാധാനമില്ലല്ലോ, ജീവിതം നരകമാണല്ലോ. ഭാര്യ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, തന്റെ ഭർത്താവ് നിസ്കരിക്കുന്നവനാകണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാകണം എന്ന് കരുതുന്ന പെങ്ങള്, അതിനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊല്ലുകയാണ്. ഫിറഔനിന്റെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ വരികയോ. ആ സമയത്ത് അതാ ഒരാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, മൂസാ, നിന്നെ പിടിക്കുന്നതിന് വേണ്ടി ഫിറഔനിന്റെ അനുയായികൾ വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെടുകയാ. മൂസാ നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, സാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടണം, ഞാൻ വഴി പറഞ്ഞു തരാം. മോനെ, മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പോയി നിൽക്കുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കടന്ന് ഇടികൂടുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കലർന്നുകൊണ്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ മാത്രം പാത്രവുമായിട്ട് വെള്ളം കോരാൻ പോകാതെ മാറി നിൽക്കുകയാണ്. മൂസാ നബി അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ?
ഈ പെൺകുട്ടികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ഞങ്ങൾക്ക് ലജ്ജ, ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പം മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ വാപ്പയുണ്ട്, രോഗിയായിട്ട് കിടക്കുക, പ്രായമുള്ള മനുഷ്യനാ, വേറെ ആരുമില്ല, ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ വെള്ളം കോരാൻ? അങ്ങനെ ഈ പാത്രവുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം പോയി. വലിയ ആരോഗ്യമുള്ള പ്രവാചകനാ. പോയിട്ട് വെള്ളം കോരിക്കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഈ 2 പെൺകുട്ടികളും തിരിച്ചു വീട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് അന്യ രാജ്യത്തേക്ക് പോയതാ. മൂസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറി ഇരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ, നീ അല്ലാതെ ആരുമില്ല അല്ലാ, നീ എന്നെ സഹായിക്കണേ അല്ലാ. മൂസാ നബി ആ മരത്തിന്റെ ചുവട്ടിൽ ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴായി 2 പെൺകുട്ടികൾ വരുന്നു. നിങ്ങളെ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ വെള്ളം കോരാൻ സഹായിച്ചല്ലോ, ആ സഹായിച്ചതിന്റെ പ്രതിഫലം തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അവർ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടാ, ഞങ്ങൾ പുറകെ നിന്ന് വഴി പറഞ്ഞു തരാം. സാധാരണ മുമ്പിലല്ലേ പോണ്ടത്. പക്ഷെ ആ പെൺകുട്ടികൾ എന്തു പറഞ്ഞു? ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. ഇത് ഖുർആൻ പറഞ്ഞ കഥയാ, ഞാൻ പറഞ്ഞല്ല. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ പെൺകുട്ടികൾ കൊണ്ടുപോയി, വാപ്പാടെ മുന്നിൽ കൊണ്ടുപോയി. ആരായിരുന്നു വാപ്പ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്കാ കൊണ്ടുപോയത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, 2 പെൺകുട്ടികൾക്ക് കുടിക്കുന്നതിന് വേണ്ടി വെള്ളം എടുത്തു കൊടുത്തപ്പോ അള്ളാഹു ആ പ്രവാചകന് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയൂ? അള്ളാഹു കൊടുത്ത പ്രതിഫലം. പള്ളിക്ക് കൊടുക്കാൻ പറയുമ്പോ, ആർക്കെങ്കിലും ഒരു 5 നയാ പൈസ സദക്ക കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കാത്തവന്മാര് പഠിച്ചോണം. ജോലിയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്നില്ലേ? കച്ചവടമില്ലാതെ നടക്കുന്നില്ലേ? സമാധാനമില്ലാതെ നടക്കുന്നില്ലേ? ബറക്കത്തില്ലാതെ നടക്കുന്നില്ലേ? അതിനുള്ള വഴിയാ പറയണേ. മൂസാ നബി അലൈഹിസ്സലാമിനെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ 2 പെൺമക്കളിൽ ഒരു മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. സാലിഹത്തായ ഭാര്യയെ കിട്ടി. ഒരൽപ്പം വെള്ളം കോരി കൊടുത്തതേ ഉള്ളൂ. അള്ളാഹു കൊടുത്ത പ്രതിഫലം സാലിഹത്തായ ഒരു പെണ്ണിനെ, ഒരു പ്രവാചകന്റെ മകളെ തന്നെ ഭാര്യയായിട്ട് കിട്ടി. 2 9-10 വർഷക്കാലം ജോലിയും കിട്ടി. എന്തു ചെയ്തപ്പോ? സദക്ക കൊടുത്തപ്പോ. ഇനി ഇതിനേക്കാളും വലിയ തെളിവൊന്നും എനിക്ക് പറയാനില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ആമീൻ പറയാൻ പോലും നിന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഞാൻ എന്തു പറയാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് സദക്ക. വെറുതെ അല്ല. നീ ഇട്ട് പോകുന്ന 10 ആകട്ടെ, 5 ആകട്ടെ, 1 രൂപയാകട്ടെ, അതിനകത്തൊരു ബർക്കത്തുണ്ട്. അതുകൊണ്ടാ ചെയ്യാൻ പറഞ്ഞത്, നഷ്ടമില്ലാത്തൊരു കച്ചവടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിന്റെ മുൻകാമികൾ ആദ്യമായിട്ടൊരു തേങ്ങയാണെങ്കിലും, ഒരു കോഴിയാണെങ്കിലും, ഒരു വാഴയാണെങ്കിലും അതിലൊരൽപ്പം അള്ളാഹുവിന്റെ പള്ളിക്ക് കൊടുത്തിരുന്നത് വെറുതെയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അള്ളാഹുവിന്റെ തൃപ്തി നേടണം. അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി അത് സദക്ക കൊടുക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പോക്കറ്റി കൈയിട്. ഇപ്പോഴല്ലേ പഠിച്ചേ? ഇത്രയും നാൾ നിനക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ സദക്കയുടെ പ്രതിഫലം പറഞ്ഞു. ഉസ്താദെ, ഇന്ന് വരെ ഉള്ളതൊക്കെ പോകട്ടെ, ഞാൻ കടയും തുടങ്ങി, കച്ചവടം തുടങ്ങി, എല്ലാം തുടങ്ങി. പടച്ചോനെ, ഇനിയെങ്കിലും എനിക്കൊന്ന് നേരെയാകണം, ഇനിയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം. അതിനുള്ള ഒരു മാർഗം ആലോചിക്കരുത്, പോക്കറ്റിനകത്ത് നോക്കരുത്. അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക്. പടച്ചോനെ, ഇനിയെങ്കിലും നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. വീട് വെച്ചപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, കച്ചവടം തുടങ്ങിയപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, വണ്ടി എടുത്തപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് റബ്ബെ ഞാൻ ഈ നന്മ അറിയുന്നത്. അറിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ, നിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒരു സദക്ക. ഇൻഷാ അല്ലാ ബക്കറ്റ് എടുത്തുകൊണ്ട് ഓടി വാ. ഇൻഷാ അല്ലാ സ്റ്റേജിൽ കയറി ആദ്യം വാങ്ങ്, പിന്നെ ഇറങ്ങിക്കോ പുറത്തോട്ട്. അൽഹംദുലില്ലാ, ബർക്കത്ത് വേണ്ടവര് കൈയിട്ടോ. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി നിങ്ങളുടെ മുന്നിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് നീ കൊടുത്ത തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവെ നീ മനുഷ്യന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അള്ളാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടും. കയ്യിൽ വെച്ചിട്ട് നീ ഉറക്കം നടിച്ച അപ്പോഴും മലക്ക് ദുആ ചെയ്യും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ ഉള്ള. ഈ ഉള്ളത് കൂടെ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്,
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. റഹ്മറഹീമായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആരെല്ലാം പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങളില് അവിടെന്ന് ബർക്കത്ത് വേണോ, ആ ബർക്കത്ത് കിട്ടാറുള്ള ഒന്നാമത്തെ വഴി 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ തന്നെ ഏൽപ്പിക്കലാ. അവിടെന്ന് ദുആ ചെയ്തുകൊണ്ട് വേണം നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്ന, നീ അറിവുള്ളവരോട് ചോദിക്കണേ, നീ മുശാവറ ചെയ്യണേ, നീ മുശാവറ ചെയ്യണേ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി നേടണേ. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാറുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അവിടെന്ന് സദഖ കൊടുക്കൂ, പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. ആർക്കെങ്കിലും 5 നയാ പൈസ നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്രയോ രോഗികളെ കാണുകയാ. പടച്ചവനെ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, യതീമായ മക്കളെ കാണുമല്ലോ, വിധവകളെ കാണുമല്ലോ, രോഗികളെ കാണുമല്ലോ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാവങ്ങളെ നീ കാണുന്നവരാണ്. ഒരു നേരം അവർക്ക് നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ ഇതിനേക്കാളും വലിയ പുണ്യമേതാവുള്ളത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇബ്രാഹിം നബിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇബ്രാഹിം നബിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാറില്ല. എപ്പോ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ തന്റെ സുപ്രയിൽ കൊണ്ടുവന്നിരുത്തുമായിരുന്നു. പടച്ചവനെ, എവിടെന്നെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. അതാ ചരിത്രം പറയുകയോ, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെന്ന് കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചപ്പോ തന്റെ കൂടെ ഇരുന്ന് തിന്നാനൊരു പാവപ്പെട്ടവനെ കാണാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിലോമീറ്ററുകളോളം ഒരു പാവപ്പെട്ടവനെ തിരഞ്ഞു നടക്കുകയാ. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരു നേരം തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യനെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണ്. എന്നിട്ട് നിറകണ്ണുകളോട് ആളെ കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് വീടിനകത്ത് കടന്നു വന്നപ്പോഴാണ് വീടിനകത്തിരിക്കുന്ന മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയേ, അല്ലാഹുവിനൊരു ഖലീലുണ്ട്, അല്ലാഹുവിനൊരു ഖലീലുണ്ട്. ആ ഖലീലിനോട് പറയാൻ അല്ലാഹു പറഞ്ഞു വിട്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ പടച്ച റബ്ബ് നിനക്ക് ബർക്കത്ത് ചെയ്യണോ, അല്ലാഹു നിലനിർത്തി തരണോ. അതിനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നീ അല്ലാഹുവിന്റെ തൃപ്തി നേടണേ. അല്ലാഹുവിന്റെ തൃപ്തി നേടാനുള്ള വഴി എന്തെന്നറിയുമോ? നീ സദഖ ചെയ്താ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ നാലാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാലാമത്തെ കാര്യമോ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആരുടെ തൃപ്തി എന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചു. അതിന് സദഖ കൊടുത്തിട്ടാണ് റബ്ബിന്റെ തൃപ്തി നീ നേടിയത്. ഇനി വേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തിയാണല്ലോ. ഈ ലോകത്തിന്റെ നേതാവിന്റെ തൃപ്തി നിനക്ക് വേണോ? അതിനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുമല്ലോ. നീ ചോദിക്കുമല്ലോ, എന്തിനാ ഉസ്താദ് മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഏത് വീടിന്റെ താമസം കേറല്ല പോയാലും എവിടെ പോയാലും യാസീൻ ഓതുന്നല്ലോ, എവിടെ പോയാലും യാസീൻ ഓതുന്നുണ്ടല്ലോ. എന്തിനാ ഇത് ഓതുന്നത്? ഇല്ലെങ്കിൽ ഇഖ്ലാസും ഫലക്കും നാസും എന്തിനാ ഓതുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നേടാറുള്ള എളുപ്പവഴി എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ, ഒരു യാസീൻ ഓതിയാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ത് വേണം? നീ ഒരു പുതിയ വീട് വെച്ചു, ഈ വീടിന്റെ അകത്ത് നിനക്ക് സന്തോഷവും സമാധാനവും ബറക്കത്തും വേണമെങ്കിൽ എന്ത് ചെയ്യണം? യാസീൻ ഓത്. ഒരു ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു ഫാത്തിഹയും ആ ഇഖ്ലാസും ഫലക്കും നാസുവെങ്കിലും ഓത്. നീ ഓതിയ മുത്തി നബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് എന്തിനാ ഓതന? ഉസ്താദിന് പൈസ വാങ്ങാനല്ലേ? ഇതെവിടെ പോയാലും, മരിച്ച വീട്ടിൽ പോയാലും, കല്യാണ വീട്ടിൽ പോയാലും, പാല് കാച്ചി കിടക്കണ വീട്ടിൽ പോയാലും, കുറ്റിയടിക്കുന്നിടത്ത് പോയാലും, പള്ളിപ്പറമ്പിൽ പോയാലും യാസീൻ. നിനക്ക് യാസീനിന്റെ ഗുണം അറിയാത്തോണ്ടാ. യാസീൻ യാസീൻ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുവോ? ഇത് ഓതുന്നത് എന്തിനു വേണ്ടിയാണോ അത് അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി.